2014 BJP അധികാരത്തിൽ വരുമ്പോൾ BJPക്ക് പോലും ഉറപ്പുണ്ടായിരുന്നില്ല ഭരിക്കാൻ കഴിയുമെന്ന്. പക്ഷേ നമ്മുടെ രാജ്യം വലിയ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന സാഹചര്യമായിരുന്നു 2014. തൊടുന്നിടത്തെല്ലാം അഴിമതി. കേന്ദ്ര ഭരണം തൊട്ട് താഴെ പഞ്ചായത്ത് തലം വരെയാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നത്. ജനം മടുത്തു തുടങ്ങിയിരുന്നു. 2G സ്പെക്ട്രമായാലും കൽക്കരി കുംഭകോണമായാലും അങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുകയാണ് അഴിമതി കഥകൾ. അതിൽ മനം മടുത്ത ജനമാണ് നരേന്ദ്രമോദിയെ അധികാരത്തിലേറ്റുന്നത്. ആ അധികാരത്തിലേറ്റിയത് വെറുതെ ആയില്ല എന്ന് 5 വർഷം കൊണ്ട് തെളിയിച്ചു. 60 വർഷം കൊണ്ട് കഴിയാതിരുന്നത് പലതും 5 കൊല്ലം കൊണ്ട് ചെയ്തു കാണിച്ചപ്പോൾ നരേന്ദ്രമോദിയുടെ ഗ്രാഫ് ഉയർന്നു. 19ലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ ഗ്രാഫിൽ ഇടിവ് തട്ടിത്തുടങ്ങി. നരേന്ദ്രമോദിയുടെ ഗ്രാഫിലല്ല ഇടിവുണ്ടായത്. പക്ഷേ പാർട്ടിയുടെ ആ ഒത്തൊരുമ, അതായത് 2014 സംഘപരിവാർ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോട് കട്ടക്കിറങ്ങിയപ്പോൾ നേടിയ വിജയം 19ന് ശേഷം ആവർത്തിക്കാനായില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ അലസരായ നേതാക്കന്മാർ അടക്കമുള്ളവർ കുറ്റക്കാരാണ് എന്ന് ഇപ്പോൾ ഓരോ ദിവസവും വിവരങ്ങൾ പുറത്തു വരുന്നു. BJP വീണ്ടും പഴയ രീതിയിലേക്ക് മടങ്ങാനൊരുങ്ങുന്നു. അതിന് വീണ്ടും വടിയെടുത്തു RSS എന്ന് മാത്രം. ആദ്യം മഹാരാഷ്ട്രയിലാണ് RSS അവരുടെ നീക്കം ആരംഭിച്ചത്. അവിടെ രണ്ടായിപ്പോയ ശിവസേനയെ ഒന്നിപ്പിക്കുകയാണ് അവരുടെ പ്രധാന ദൗത്യം. അതിൻ്റെ ഭാഗമായി അതുവരെ അവിടെ താൻ പ്രമാണിത്വം കാണിച്ചിരുന്ന BJP നേതാക്കളോടൊക്കെ മര്യാദയ്ക്ക് നിൽക്കാൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഫട്നാവിസ് രാജിക്കൊരുങ്ങിയത്. രാജി വേണ്ട എന്ന് സംഘം പറയുമ്പോഴും ഫട്നാവിസിന് ഇനി പഴയ റോൾ ഉണ്ടാകില്ല. 2 ശിവസേനയും ഒന്നിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ RSS തന്നെ മുൻകൈയെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം വന്ന മറ്റൊരു വാർത്ത ദക്ഷിണേന്ത്യയിൽ നിന്നാണ്. ചെന്നൈയിൽ RSS നടത്തിയ ഒരു മഹാസമ്മേളനത്തെക്കുറിച്ച്. ഈ അടുത്ത കാലത്താണ് RSS ഏറ്റവും കൂടുതൽ ശ്രദ്ധ തമിഴ്നാട്ടിലേക്ക് പതിപ്പിക്കുന്നത്. UPയിൽ കഴിഞ്ഞ ദിവസം 4 ദിവസമാണ് മോഹൻ ഭാഗവത് തങ്ങിയത്. യോഗി ആദിത്യനാഥ് അടക്കമുള്ളവരുമായി ചർച്ച നടത്തി. ഭിന്നിച്ചു നിൽക്കുന്ന സമുദായ നേതാക്കളെ കണ്ടു. ജാതീയ സമവാക്യങ്ങൾ മാറ്റി എഴുതപ്പെട്ട സാഹചര്യം വിലയിരുത്തി. മാറി നിന്ന നേതാക്കളെ കണ്ടു. അങ്ങനെ എല്ലാവരെയും കണ്ട് പഴയതുപോലെ 2014 ആ ഒരുക്കം പോലെ മുൻപോട്ട് പോകാനുള്ള തീരുമാനമായി. അതിൻ്റെ ഭാഗമായി പുതിയ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. RSSൻ്റെ മുൻപിലുള്ളത് 2 പേരുകൾ മാത്രം. ഒന്ന് രാജ്നാഥ് സിംഗും മറ്റൊന്ന് ശിവരാജ് സിംഗ് ചൗഹാനുമാണ്. കാരണം ഒരു ജനകീയ മുഖമാണ് രാജ്നാഥ് സിംഗ്. നമുക്കറിയാം, ഇതിനു മുമ്പും BJPയുടെ അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടുണ്ട്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർക്കശക്കാരനും ഒപ്പം തന്നെ സ്നേഹത്തോടുകൂടി പ്രവർത്തകരുമായി മുൻപോട്ട് പോകാനും രാജ്നാഥ് സിംഗിന് കഴിയുമെന്ന് സംഘം കണക്കുകൂട്ടുന്നു. സംഘത്തിന് പ്രിയപ്പെട്ടവരാണ് രാജ്നാഥ് സിംഗും അതുപോലെ തന്നെ ശിവരാജ് സിംഗ് ചൗഹാനുമൊക്കെ. ഏതായാലും BJP ഇത് അംഗീകരിക്കുമോ എന്ന് സംശയമാണ്. കാരണം ഇവർ 2 പേരും കേന്ദ്രമന്ത്രിമാരാണ്. അതും ചെറിയ വകുപ്പല്ല 2 പേരും കൈകാര്യം ചെയ്യുന്നത്. ക്യാബിനറ്റ് പദവിയുള്ള വകുപ്പുകൾ തന്നെയാണ്. അവിടെ നിന്ന് അവർ പൊടുന്നതിനെ രാജിവെച്ചാൽ അത് പല അഭ്യൂഹങ്ങൾക്കും കാരണമാകും. അതുകൊണ്ട് ഇവരെ മാറ്റി അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. BJP കണക്കൊരു പാർട്ടിക്ക് എന്തും എപ്പോഴും സംഭവിക്കാം. കാരണം അവരുടെ കാര്യത്തിൽ നമുക്ക് മുൻപ് ഒരു തീരുമാനമെടുത്ത് പറയാൻ സാധ്യമല്ല. ഇവിടെ RSS ഓരോ സംസ്ഥാനങ്ങളിലായി പതുക്കെ പിടിമുറുക്കി വരുന്നു. ഒഡീഷയിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രചാരകൻ തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു. അങ്ങനെ എല്ലായിടത്തും അവർ പഴയ ലെവലിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയാണ്. അലസത വെടിഞ്ഞ് BJPക്കാരും പതുക്കെ ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. കേന്ദ്ര BJP നേതൃത്വമാകട്ടെ എല്ലാ സംസ്ഥാനത്തെ നേതാക്കളോട് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരുങ്ങിക്കൊള്ളാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കും. അത് മറ്റെങ്ങുമല്ല, മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര ഒരിക്കൽ കൂടി കൈവിട്ടുപോയാൽ BJPക്ക് അത് വലിയ ക്ഷീണം തന്നെയാകും. അതുകൊണ്ട് തന്നെ അത് കൈവിടാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റുന്നത് RSS ആണ്, BJP അല്ല. കാരണം ഒരിക്കൽ കൂടി അവിടെ BJP പരാജയപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ BJP ജയിച്ചു നിൽക്കുകയല്ല ചെയ്യുന്നത്. പകരം ശിവസേനയെ അടർത്തിയും ശരത് പവാറിനെ പൊളിച്ചുമൊക്കെയാണ് BJP ഇപ്പോൾ ഭരിക്കുന്നത്. അതല്ലാതെ BJPക്ക് തനിച്ചൊരു ഭരണം, ഇല്ലെങ്കിൽ BJPയും പഴയതുപോലെ ശിവസേനയും ചേർന്നൊരു ഭരണം, അതാണ് RSS സ്വപ്നം കാണുന്നത്. വീണ്ടും ഒരു ഭരണം മഹാരാഷ്ട്രയിൽ കിട്ടിയില്ല എങ്കിൽ അത് വലിയ പ്രയാസകരമായിരിക്കും. വരാനുള്ള ഇന്ത്യ വെറുതെയാകില്ല. 5 വർഷം പ്രതിപക്ഷം വെറുതെ ഇരിക്കുമെന്ന് കരുതാനുമാകില്ല. ഇപ്പോൾ അവർ പഴയതുപോലെ അശക്തരല്ല, കരുത്തരാണ്. 233 ചെറിയൊരു സംഖ്യയല്ല. അവരുടെ പാർലമെൻറ്റിലെ പ്രകടനം കണ്ടാലറിയാം. തുടക്കം മുതൽ തന്നെ അറ്റാക്ക് ചെയ്ത് മുൻപോട്ട് പോവുകയാണ്. അത് രാജ്യസഭയായാലും ലോക്സഭയായാലും. BJPക്ക് ഈ 5 വർഷം നന്നായി പാടുപെടേണ്ടി വരും. കഴിഞ്ഞ 5 വർഷം സുഗലോലുപരായിരുന്ന നേതാക്കന്മാരൊക്കെ പണിക്കിറങ്ങേണ്ടതായി വരും. ഒരു സമയം തന്നെ
BJPയെയും സംഘപരിവാറിനെയും എതിർക്കുന്ന 90% മീഡിയകളെ നിയന്ത്രിക്കേണ്ടി വരും. ആ മീഡിയകൾ നൽകുന്ന വ്യാജ വാർത്തകളെ പൊളിക്കേണ്ടതായിട്ട് ഒരു അവസ്ഥയുണ്ട്. മറ്റൊന്ന്, പ്രതിപക്ഷത്തിൻ്റെ ഇടതടവില്ലാത്ത ആരോപണങ്ങൾ. ആ ആരോപണങ്ങളും അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പൊല്ലാപ്പുകളും വേറെ. കാരണം ചെറുതും വലുതുമായ അനവധി കാര്യങ്ങൾ ഈ രാജ്യത്ത് സംഭവിക്കുക സാധ്യതകൾ ഏറെയാണ്. ചെറിയ ഒരു സംഘർഷം പോലും വലിയ കലാപമാക്കി മാറ്റാൻ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ മുതൽ ഈ മാവോയിസ്റ്റുകൾ വരെ അടങ്ങുന്ന ഒരു വലിയ വിഘടനവാദ ഗ്രൂപ്പുകൾ, അവർക്ക് പിന്തുണയുമായി ഒളിഞ്ഞും തെളിഞ്ഞും നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ, അങ്ങനെ അനവധി പേരുണ്ട്. 5 വർഷം അത്ര സുഖകരമായ പോക്കല്ല. ഈ 5 വർഷത്തിനിടയിലാണ് ഈ RSSൻ്റെ 100ാമത്തെ വാർഷികവും 2025. അതിനു മുമ്പെല്ലാം സെറ്റിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ വലിയേട്ടൻ തന്നെ കളത്തിലിറങ്ങിയിരിക്കുന്നത്. മോദിയും ഷായുമൊക്കെ ഇനി ഈ വലിയേട്ടൻ്റെ മുമ്പിൽ അവരുടെ ആ ഒരു ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരായി മാറിയേക്കും. അതായത് BJP നാം 2014 കണ്ട BJP ആയി മാറുന്നു. സംഘപരിവാർ കടിഞ്ഞാണ് ഏറ്റെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ 5 വർഷത്തേക്ക് ഒരു വലിയ പ്രതിരോധം തീർക്കുവാൻ, ഇല്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഒരു വലിയ ഒരു മുന്നണിയായി പ്രതിപക്ഷം നിൽക്കുന്നു. അതും കണ്ടുകൊണ്ട് വേണം മുൻപോട്ട് പോകാനായി. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ വർത്തമാനകാല ഇന്ത്യയിൽ സംഭവിക്കുന്നത്. ഇതുതന്നെയാണ് ഇന്നത്തെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.